പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ സ്നേഹമാകുന്ന തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെയും മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മേല് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകളെയോർത്ത്, അനുഗ്രഹങ്ങളെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെയും ഇവരുടെ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിരവധി നിയോഗങ്ങളെയും പ്രത്യേകമാവിധം അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുഹൃദയത്തിന്റെ ഉന്നതമായ അഭിഷേകം, വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കർത്താവേ, മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും തിരുഹൃദയനാഥന്റെ തിരുഹൃദയത്തിന്റെ ഉള്ളിലെ സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് പ്രത്യേകമാവിധം ഈ ദിനം നിങ്ങളെ, നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 27ാമത്തെ ദിവസത്തില് കർത്താവിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് നമുക്കറിയാം ജൂൺ മാസം മുഴുവനും തിരുഹൃദയത്തിന്റെ വണക്കമാസമാണെങ്കിൽ 27ാം തീയതി സഭാമാതാവ് തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കണം. ഇന്നാണ് തിരുനാൾ ദിവസം. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുഹൃദയത്തിന് മുമ്പില്, തിരുഹൃദയനാഥന്റെ മുമ്പില് നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, അതിലേറെ ശരണത്തോടെ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി, ഈ തിരുനാളിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്ന ദിനത്തില് കർത്താവ് നമുക്ക് നൽകുന്ന 9ാമത്തെ വാഗ്ദാനം, എന്റെ തിരുഹൃദയ സ്വരൂപം പരസ്യമായിട്ട് പ്രതിഷ്ഠിച്ചു വണങ്ങുന്ന കുടുംബങ്ങളിൽ എന്റെ ആശീർവാദം ഉണ്ടായിരിക്കും. കണ്ടോ, തിരുഹൃദയനാഥന്റെ വാഗ്ദാനമാണ്. ഇരു കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഈ തിരുസ്വരൂപം വച്ച് വണങ്ങി ആരാധിക്കുന്ന, ഭക്തിയോടെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന മക്കളുടെ കുടുംബങ്ങളെ കർത്താവ് ആശീർവദിക്കുമെന്ന് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ മക്കളെ പ്രത്യേകം ഈ ദിവസങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് തിരുഹൃദയ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നേ ദിനം പ്രത്യേകിച്ചും ഈ തിരുനാൾ ദിവസത്തില് കർത്താവിന്റെ വാഗ്ദാനം ആശീർവദിക്കും എന്നുള്ള വാഗ്ദാനം നമ്മുടെ മക്കളില്, നമ്മുടെ കുടുംബങ്ങളില് ഇന്ന് സംജാതമാകണം. അതിനുവേണ്ടി തീഷ്ണമായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം മക്കളെ. അതോടൊപ്പം തന്നെ കർത്താവിന്റെ വലിയ വാഗ്ദാനമാണ്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ മക്കളെ ഒന്ന് സമർപ്പിക്കുമ്പോൾ ഒരു കാര്യത്തിന് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ഒത്തിരി നിയോഗങ്ങളാണ് നാളെയൊക്കെ മെസ്സേജ് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ വലിയൊരു മേഖലയാണ് ഇന്ന്. ചില മേഖലകള് ചില മക്കൾ പെട്ടുപോയിട്ട്, ചില തോൽവി, പരീക്ഷ, ചില അവസ്ഥകള്, അടിമത്തങ്ങള്, മൊബൈല്, സ്നേഹബന്ധം, കൂട്ടുകെട്ട്, അങ്ങനെ ചിലര് പെട്ടുപോയി. ഈ മക്കൾക്ക് രക്ഷപ്പെടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഒത്തിരി മക്കള്, മാതാപിതാക്കളല്ല, മക്കളെ വിളിച്ചു പറഞ്ഞു പറ്റണില്ല. ചില മാതാപിതാക്കളും പറഞ്ഞു എന്റെ മക്കൾക്ക് പറ്റണില്ല. അതിന്റെ പേരിൽ ഡിപ്രഷൻ, ഭയം, പിന്തിരിഞ്ഞു പോയി, വലിയ നിരാശ, കുറ്റബോധം, ആത്മഹത്യ പ്രവണത, പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ച മക്കള്, സഹോദരങ്ങൾ തമ്മിൽ വഴക്ക്, വീട്ടിൽ കലഹം, അനുസരണക്കേട്, അതിനനുസരിച്ച് ഡ്രഗ് അഡിക്റ്റ്, കൂട്ടുകൂടി എന്തോ പ്രതികാരം ചെയ്യാൻ വേണ്ടി ദൈവത്തോട് ദേഷ്യം, ദൈവം തന്നില്ല, ഇങ്ങനെ പല വിധത്തില് വഴിതെറ്റിപ്പോയ മക്കൾ, പാവപ്പെട്ട മക്കള്, നിസ്സഹായ അവസ്ഥയിലാണ് ഈ മക്കൾ ഇങ്ങനെ ആയിരിക്കുന്നത്. അങ്ങനെ വേദനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചങ്കിന്റെ ചങ്കായ മക്കളെ കർത്താവിന്റെ തിരുഹൃദയ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇതിൽ കൂടുന്ന മക്കളും പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ വലിയ അഭിഷേകത്താല് ഈ തിരുഹൃദയത്തിന്റെ ഈ തിരുനാൾ ദിനത്തില് നമ്മുടെ മക്കളെ തിരുഹൃദയനാഥൻ പ്രത്യേകം അനുഗ്രഹിച്ച് ബലപ്പെടുത്തി സൗഖ്യം നൽകി, മനസ്സിന് ശക്തി നൽകി. ചില മക്കളെ മനസ്സങ്ങട് താഴേക്ക് പോയിട്ട് ഒരു പ്രത്യാശയില്ല, ഉറക്കില്ല, ഭയങ്കര സങ്കടം, ഒരു ഉണർവില്ല, ഒരു തീഷ്ണതയില്ല, ഒന്നും ചെയ്യാൻ തോന്നണില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നണില്ല. അങ്ങനെ എല്ലാം കൂടെ തകർന്നു പോയ ഒത്തിരി മക്കളുണ്ട്, മാതാപിതാക്കളെ. ആ മക്കൾക്ക് പറ്റണില്ല. അതുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഈ തിരുഹൃദയത്തിന് തിരുനാൾ ദിനത്തില് കർത്താവിന്റെ വാഗ്ദാനത്തിലേക്ക്
അനുഗ്രഹത്തിന്റെ വാഗ്ദാനത്തിലേക്ക് നമ്മുടെ മക്കളെല്ലാവരും ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ സ്നേഹം നമ്മുടെ മക്കളെ ബലപ്പെടുത്തട്ടെ. ഈശോയുടെ സ്നേഹം നമ്മുടെ മക്കളെ സൗഖ്യപ്പെടുത്തട്ടെ. ഈശോയുടെ സ്നേഹം നമ്മുടെ മക്കളെ ജീവന്റെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കട്ടെ. ഈശോയുടെ സ്നേഹം നമ്മുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ മക്കളെ ആ സ്നേഹം ചേർത്ത് പിടിക്കട്ടെ. ആ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മുടെ മക്കള് ബലം കണ്ടെത്തണം, ധൈര്യം കണ്ടെത്തണം, ശക്തി കണ്ടെത്തണം, ജീവൻ കണ്ടെത്തണം, ഉണർവ് കണ്ടെത്തണം. ഈശോയെ, അതിനായിട്ട് ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ തിരുഹൃദയനാഥന് മുമ്പിൽ ഈ ഒരു വലിയ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ തോൽക്കാൻ പാടില്ല. നമ്മുടെ മക്കൾ താഴേക്ക് പോകാൻ പാടില്ല. നമ്മുടെ മക്കൾ ജയിക്കണം. നമ്മുടെ മക്കൾ ഒരിക്കലും സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ മക്കളാരും തോറ്റ് പിൻവാങ്ങാൻ പാടില്ല. നമ്മുടെ മക്കൾ ഇവിടെ ചെളിക്കുണ്ടിലാണെങ്കിലും ഏത് പാതാളത്തിലാണെങ്കിലും ഈ തിരുഹൃദയ സ്നേഹത്തിൽ പിടിച്ച്, ആ കരത്തിൽ പിടിച്ച് കർത്താവിന്റെ സ്വന്തമായിട്ട് ഉണരണം, ഉയരണം, ശക്തി വീണ്ടും പ്രാപിക്കണം. കഴുകനെ പോലെ ചിറകടിച്ചുയരണം. കർത്താവെ, അങ്ങിൽ ആശ്രയിച്ച് അങ്ങിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഈ ഒരു തലത്തിൽ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെല്ലാവരെയും ഈ തിരുഹൃദയ തിരുനാളിൽ ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, സൗഖ്യപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ, വിജയിപ്പിക്കട്ടെ, ധൈര്യം നൽകട്ടെ. വലിയ ശക്തിയോടെ മുന്നോട്ട് പോകാൻ വേണ്ട എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, അവർക്ക് വേണ്ട സ്നേഹം, അവർക്ക് വേണ്ട സൗഹൃദം. ഇതിന്റെ ഈ അവസ്ഥയിൽ പലതിന്റെ പിന്നാലെ ഓടി നടക്കുന്ന നമ്മുടെ മക്കള് സൗഹൃദത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി എവിടെയൊക്കെ പോണ നമ്മുടെ മക്കൾ, പാവപ്പെട്ട മക്കള് അവിടെ ഒന്നും കിട്ടത്തില്ല. ഈശോയ്ക്ക് മാത്രമേ തരാൻ പറ്റൂ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് ചേർത്ത് പിടിക്കണമേ. അങ്ങ് ആ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. വലിയ ദാഹത്തോടെ എളിമയോടെ ഈ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാൻ. മക്കളെ, ഒത്തിരി മക്കളുടെ വേദനയും ഒത്തിരി മാതാപിതാക്കളുടെ കണ്ണുനീരുമാണ് ഈ ഒരു വിഷയത്തിലുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ തിരുഹൃദയത്തിന്റെ തിരുനാളില് അങ്ങേ മക്കളായി ഞങ്ങളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്ന അങ്ങയുടെ തിരുഹൃദയ സ്നേഹത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, സാന്നിധ്യത്തിന്റെ വലിയ ശക്തി ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നിറച്ചു നൽകി ഇന്നേ ദിനം പ്രത്യേകം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന മക്കള്, പരാജയത്തിൽ തകർന്നുപോയ മക്കള്, മാനസികമായി തകർന്നുപോയ മക്കള്, ജീവിക്കാൻ വരെ താല്പര്യമില്ലാത്ത രീതിയിൽ താഴേക്ക് പോയ മക്കള്, ഈശോയെ, മാനസിക രോഗത്തിന് അടിമപ്പെട്ടു പോയ മക്കള്, ഡിപ്രഷനിൽ പെട്ടുപോയ മക്കള്, ഈശോ, എല്ലാ മക്കളെയും പ്രത്യേകം ആ വിധത്തില് അങ്ങ് ഞങ്ങളോട് പറഞ്ഞ സന്ദേശത്തിനനുസരിച്ച് വേദനിക്കുന്ന അനേക മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങള്, ആ മക്കളോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര്, സങ്കടങ്ങള്, വേദനകള്, ഈശോ എല്ലാം അങ്ങേ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഇന്ന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ നിരാശപ്പെട്ടു പോയ, ജീവിതത്തിന്റെ തന്നെ താല്പര്യം നഷ്ടപ്പെട്ടു പോയ, ഒത്തിരിയേറെ ഭയന്ന് ഉറക്കമില്ല, ഒത്തിരിയേറെ നിരാശ, പരാജയത്തിന്റെ ആ അവസ്ഥയിൽ നിന്ന് വേദനിക്കുന്ന മക്കള്, അതിന്റെ പിന്നാലെ പോയ മക്കള്, ആശ്വാസത്തിനു വേണ്ടി, സ്നേഹത്തിനു വേണ്ടി, അംഗീകാരത്തിനു വേണ്ടി ലോകത്തിന്റെ പിന്നാലെ, ഡ്രഗിന്റെ പിന്നാലെ, കൂട്ടുകെട്ടിന്റെ പിന്നാലെ പോയ മക്കള്, ചില മക്കളെങ്കിലും ഡിപ്രഷനെ പെട്ട് മുറിക്കകത്ത് അടച്ചിരിക്കുന്ന മക്കള്, പുറം ലോകമായിട്ട് ബന്ധമില്ല, പരീക്ഷയോട് താല്പര്യമില്ല, ജോലിക്ക് പോകത്തില്ല, എല്ലാം കൊണ്ട് തകർന്നു പോയ അനേക മക്കൾ, ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിന്റെ തിരുനാളില് അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വലിയ നിയോഗത്തോടെ ഇങ്ങനെയുള്ള എല്ലാ മക്കളെയും, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും നമുക്കിന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ 27-ാം ദിവസത്തിന്റെ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ സ്നേഹം, വലിയ ശക്തി, വലിയ ചൈതന്യം, വലിയ സംരക്ഷണം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള മക്കളുടെ എല്ലാ അവസ്ഥകളിലും, നിയോഗങ്ങളിലും സൗഖ്യമായി, വിടുതലായി, സമാധാനമായി, പ്രത്യാശയായി, ധൈര്യമായി ഈശോയുടെ തിരുഹൃദയ സ്നേഹം നിറയപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജപം. കൃപ നിറഞ്ഞ ഈശോയെ,
സകല സ്നേഹിതന്മാരിലും വെച്ച് ഉത്തമ സ്നേഹിത, സർവ നന്മകളുടെയും സമാധാനത്തിന്റെയും ഇരിപ്പിടമേ, കണ്ണുനീരുകളുടെ സ്ഥലമായിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യർക്കുള്ള ഏക സങ്കേതമേ, പരീക്ഷകളിലും ഞെരുക്കങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസമേ, സകല ജനങ്ങളുടെയും പിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. എന്റെ കർത്താവേ, ഇന്നാൾ വരെയും എന്റെ ആശ്വാസവും സ്നേഹവും ലോക സ്നേഹിതന്മാരിലും സൃഷ്ടികളിലും ഞാൻ വച്ചുപോയി എന്നത് വാസ്തവം തന്നെ. കൃപ നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ, ഇനിമേൽ എന്റെ സ്നേഹം മുഴുവനും എന്റെ ആശ്വാസവും ശരണവും അങ്ങേ പരിശുദ്ധ ഹൃദയത്തിലായിരിക്കുവാൻ അങ്ങനെ അനുഗ്രഹിക്കണമേ. എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ പ്രത്യേകിച്ചും ഈ ഒരു അഭിഷേകത്തിനായിട്ട് തിരുമുമ്പില് അങ്ങേ തിരുഹൃദയത്തിന്റെ തിരുനാളില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. തിരുഹൃദയത്തിൽ ഞങ്ങളുടെ മക്കൾ ആശ്വാസം കണ്ടെത്തട്ടെ, ശരണം കണ്ടെത്തട്ടെ, സംരക്ഷണം കണ്ടെത്തട്ടെ, കരുത്ത് കണ്ടെത്തട്ടെ, ജീവൻ കണ്ടെത്തട്ടെ. അങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ മക്കൾ മോചനം പ്രാപിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. എന്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ മേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്ക് കൃപ അരുളണമേ. എന്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ മേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്കും എന്റെ മക്കൾക്കും കൃപ ചെയ്തരുളണമേ. എന്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ മേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും കൃപ ചെയ്തരുളണമേ. സൽക്രിയ. ഈശോ മിശിഹായുടെ തിരുഹൃദയത്തെ സന്ദർശിച്ച് സംഭാഷണം നടത്തുക. തിരുഹൃദയത്തിന് മുമ്പില്, ദിവ്യകാരുനാഥന്റെ മുമ്പില് വലിയ സ്നേഹത്തോടെ, ആ സ്നേഹ ഐക്യത്തില് നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും ഇന്ന് കേട്ട ആ വലിയ മേഖലയിൽ ലഭിക്കണം. ഒരിക്കലും പോലും നമ്മുടെ മക്കള് തോറ്റു പിൻവാങ്ങാൻ പാടില്ല. നിരാശപ്പെട്ട് ജീവിതത്തില് അവസാനിപ്പിച്ച പോലെ ജീവിക്കാൻ പാടില്ല. ഉണർന്നെഴുന്നേൽക്കണം, ശക്തിപ്പെടണം. ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൽ കത്തിച്ചൊലിച്ച് പറന്നുയരണം ഉന്നതങ്ങളിലേക്ക്, കർത്താവിനോടൊപ്പം ജീവന്റെ സമൃദ്ധിയിലേക്ക്. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ മക്കളായിരിക്കുന്ന എല്ലാ അവസ്ഥയിൽ നിന്നും അങ്ങയുടെ തിരുഹൃദയ സ്നേഹത്തിന്റെ നിറവിൽ അവരെ അതിൽ നിന്നൊക്കെ മോചിപ്പിച്ച് ജീവന സമൃദ്ധിയിൽ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഈ തിരുഹൃദയ തിരുനാളിന്റെ എല്ലാ
എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നിറച്ച് ഞങ്ങളുടെ മക്കളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമാവിധം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിന്റെ വലിയ അഭിഷേകം എല്ലാ മക്കൾക്കും